അടുക്കളയിലിരുന്ന് കരയുകയാ പെങ്ങള്. ഉമ്മാനെ കാണാതെ വന്നപ്പോ അനസ് എന്ന് പറയുന്ന ചെറിയ മകൻ വീടിന്റെ അകത്ത് കടന്നു ചെന്നു. എന്തു പറ്റിയുമ്മാ? മോനെ, ഇന്ന് നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ ഉള്ളൂ, ആ പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല. അല്ലാഹുവേ, 3 പേരും അടുക്കളയിലിരിക്കുകയാണ്. അപ്പോഴാണ് സ്വാലിഹത്തായ ഭാര്യ, പെണ്ണെ പഠിക്കണേ, ഉമ്മു സുലൈം എന്ന് പറയുന്ന സ്വാലിഹത്തായ ഭാര്യ പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്താ വഴി എന്നറിയോ? ഈ ഭക്ഷണം ഒരു പാത്രത്തിലിടാ, എന്നിട്ട് നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. ഈ ഭക്ഷണത്തിന്റെ ചുറ്റുഭാഗത്ത് 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാനിരിക്കണം. ഭക്ഷണത്തിലേക്ക് കൈയിടുമ്പോ മോനെ, ഉമ്മാടെ പൊന്നു മോനെ, അടുത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണക്കണം. എന്റെ മോൻ കൈകൊണ്ട് തട്ടിയിട്ട് വിളക്കണക്കണം. എന്നിട്ട് നിങ്ങൾ കഴിക്കരുത്, നിങ്ങൾ 2 പേരും കഴിക്കരുത്. കഴിക്കുന്നത് പോലെ അഭിനയിച്ചാ മതി. ആ പാവപ്പെട്ട മനുഷ്യൻ ഭക്ഷണം കഴിക്കട്ടെ. അങ്ങനെ ഭക്ഷണം എടുത്തു വെച്ചു. 3 പേരും കൂടെ കഴിക്കാനിരുന്നു. അനസ് റളിയല്ലാഹു തആല അൻഹു ചെറിയ മകനാ, വല്ലാത്ത വിശപ്പാ. ഭക്ഷണത്തിൽ നോക്കി, ഉമ്മച്ചിയുടെ മുഖത്ത് നോക്കി. ഉമ്മ പറഞ്ഞതനുസരിക്കണമല്ലോ. അനസ് റളിയല്ലാഹു തആല അൻഹു വിളക്ക് തട്ടി അണച്ചു. ഇരുട്ടത്ത് വാരി കഴിച്ചില്ല. ഉമ്മ പറഞ്ഞതുപോലെ പട്ടിണിയിരുന്നു. ആ മനുഷ്യനൊന്നും അറിയാതെ ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാഹ്. എന്നാ മനുഷ്യൻ അല്ലാഹനെ സ്തുതിച്ചിട്ട് ദുആ ചെയ്തു ഇറങ്ങിപ്പോയി. അന്ന് രാത്രി അവർ 3 പേരും പട്ടിണി കിടന്നു. ഉറക്കം വരുന്നില്ല. അനസ് റളിയല്ലാഹു തആല ഉപ്പാനെ കെട്ടിപ്പിടിച്ച് കിടന്നു. അങ്ങനെ പടച്ചവനെ, അവർ 3 പേരും പട്ടിണി കിടന്നു ഉറങ്ങി. സുബഹിയുടെ ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഉമ്മു സുലൈം എഴുന്നേക്ക്, മകനെ വിളി, നിസ്കരിക്കാൻ പോണം. അങ്ങനെ തൻ്റെ പൊന്നുമോനെയും വിളിച്ചുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയി. നിസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഐന അബൂ തൽഹ, ഐന അബൂ തൽഹ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെയുണ്ട് നബിയേ, ഞാനിവിടെയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ 2 പേരെയും അടുത്ത് വിളിച്ചു. ഉപ്പാനെയും മോനെയും അടുത്ത് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, തൽഹാ, ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്ന് അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബിയേ, എന്റെ വീടിനകത്ത് നടന്നത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ജിബ്രീൽ വന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 7 ആകാശം കടന്ന് ജിബ്രീൽ വന്നു. ഖുർആനിൽ ആയത്തിറങ്ങി നിന്റെ വീടിനെ കുറിച്ച്. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ. അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരേ ഒരു വീടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അത് അബൂ തൽഹയുടെ വീടാണ്, അത് അബൂ തൽഹയുടെ വീടാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽഹ, നീയും നിന്റെ ഭാര്യയും മകനും കൂടെ സദക്ക കൊടുത്തിട്ട് കിടന്നുറങ്ങുന്നത് കാണാ. ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു. അബൂ തൽഹ, അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, പെങ്ങളെ, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ മോള്. ഒരുപാട് രോഗികൾക്ക് ഉപകാരമാ, ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്കൊരത്താടിയാ. അതുകൊണ്ട് പെങ്ങളെ കൊടുക്കാൻ കഴിയുമോ? സഹോദരാ, നിന്നെ കൊണ്ട് കഴിയുന്നത് ചെറുതാകട്ടെ വലുതാകട്ടെ ഒരു സദക്ക കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? ഇന്ന് വരും ചെറുപ്പക്കാരാ, ഉമ്മമാരെ, സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ലല്ലോ. ശരീരത്തിൽ സ്വർണമിടാത്ത ആരുമില്ല. ഉമ്മ,
അല്ലാഹുവിനോട് പറയണം, പടച്ചവനെ ക്യാൻസർ എന്ന് പറയുന്ന മാറാ രോഗമുണ്ടല്ലോ, എന്ന് പറയുന്ന രോഗമുണ്ടല്ലോ, ലക്ഷങ്ങൾ ചെലവഴിച്ചാലും രക്ഷപ്പെടാത്ത ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ. അല്ലാഹുവേ എന്നെ അറുത്തു മുറിക്കല്ലേ അല്ലാ, എനിക്ക് സമാധാനമുള്ള ജീവിതം തരണേ അല്ലാ, നല്ല മരണം തരണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ദുആ ചെയ്യാ പോവുകയാണ്. ഒരു സദക്ക തരുമോ? നല്ല കാര്യത്തിന് വേണ്ടിയാ, പാപങ്ങൾക്ക് അത്താണിയാകുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണ്. അല്ലാഹുവേ സദക്കയ്ക്ക് വല്ലാത്ത പ്രതിഫലമാ സഹോദരാ. കൂട്ടി വെച്ചിട്ട് കാര്യമില്ല, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. നിന്നനിപ്പിന് വീണ് മരിച്ചു പോവുകയാണ്. പടച്ചവനെ, വാൽപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വാതിന് പോകുമ്പോ എപ്പോഴും ഞങ്ങളെ കൊണ്ടുപോകുന്ന ഉമർ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. പടച്ചവനെ, ഇന്നലെ രാത്രിയാണ്, ഇന്ന് നേരം വെളുത്തപ്പോഴാണ് ഫോട്ടോ സഹിതം വാട്സപ്പിൽ മെസ്സേജ് വരുന്നത്. ഉസ്താദെ അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, ഉമറിന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ചു റബ്ബേ, ഖബർ വിശാലമാക്കണേ അല്ലാ, ആ മണ്ണറ മണിയറയാക്കടേ അല്ലാ. 10 വയസ്സുള്ള ഉമർ എന്ന് പറയുന്ന സഹോദരൻ ഇന്ന് ഖബറിനകത്താ. സഹോദര, ഇന്ന് നേരം വെളുത്തപ്പോ നിങ്ങൾ വാർത്ത കണ്ടവരല്ലേ? പടച്ചവനെ, ആലപ്പുഴയില് പടച്ചവനെ മെഡിക്കൽ കോളേജിൽ ഡോക്ടറിന് പഠിക്കുന്ന 5 ചെറുപ്പക്കാരാണ് ഒറ്റ നിമിഷം കൊണ്ട് പോയത്. അല്ലാഹുവേ, നിമിഷ നേരം കൊണ്ടെല്ലാം അവസാനിച്ചില്ലേ? എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, എന്തെങ്കിലും സ്വപ്നമായിരുന്നു, ഓരോ കുടുംബങ്ങളുടെ അത്താടിയായിരുന്നു. അപകടങ്ങൾ വല്ലാത്തതാണ്, സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ. ബൈക്ക് കിട്ടുമ്പോ, വണ്ടി കാണുമ്പോ മക്കളെ നിങ്ങൾക്ക് വല്ലാത്ത ഉത്സാഹമാണ്, സ്പീഡിൽ ഓടിക്കുന്നത് വല്ലാത്ത സന്തോഷമാണ്. പക്ഷേ നിങ്ങളുടെ ഉമ്മയെക്കുറിച്ച് ഓർക്കണേ. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവളാ ഉമ്മ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ് വാപ്പ. നിങ്ങൾക്ക് പെട്ടെന്ന് നിസാരമാണ്, പക്ഷേ അതിന്റെ വേദന അവർക്ക് അറിയൂ. മക്കള് നഷ്ടപ്പെട്ടു പോകുമ്പോ അതിന്റെ വേദന എന്താണ്? മരിക്കുന്ന കാലം വരെ കൊണ്ട് നടക്കണമടോ, മരിക്കുന്ന കാലം വരെ കൊണ്ട് നടക്കണമടോ. അല്ലാഹുവേ, ആ മക്കളുടെ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഇപ്പൊ അങ്ങനെ വല്ല ഉണ്ടോ? ഇല്ലടോ. ഇപ്പൊ പിന്നെ സ്നേഹമൊന്നും ഇല്ലല്ലോ, തേപ്പ് മാത്രമല്ലേ ഉള്ളൂ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാരാ പഠിപ്പിച്ചേ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സീരിയലിലെ നായികമാരെയല്ലേ കണ്ടിട്ടുള്ളൂ? പ്രേമവും അതുപോലെ തന്നെ പല സിനിമയും കണ്ടിട്ട് അതാണ് സ്നേഹം എന്ന പ്രണയം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 പ്രണയ ജോഡികളെ ഞാൻ പറഞ്ഞു തരാം. പ്രണയിക്കേണ്ടത് എങ്ങനെയാണ്, സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്ന 2 നവദമ്പതികളെ ഞാൻ പഠിപ്പിച്ചു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ, പഠിക്കണേ പെങ്ങളെ, സീരിയലിന്റെ കഥയല്ല പറയുന്നത്, സിനിമാ കഥയല്ല പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ, 40 വയസ്സായി ഖദീജയ്ക്ക്. 40ാമത്തെ വയസ്സിലാണ് ഖദീജയുടെ വിവാഹം നടക്കുന്നത്. വിവാഹം കഴിക്കുന്നതാരാ? 25 വയസ്സുകാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. 25 വയസ്സുകാരനായ മുഹമ്മദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഖദീജ എന്ന് പറയുന്ന 40 വയസ്സുള്ള സമ്പന്നയായ പെണ്ണിനെ വിവാഹം കഴിക്കുകയാ. റബ്ബേ, 2 പേരും കൂടെ 25 വർഷം ജീവിച്ചു പെങ്ങളെ. അവരുടെ ജീവിതം 25 വർഷമാണ്, 25 കൊല്ലമാണ് അവര് ജീവിച്ചത്. പെണ്ണേ, 65 വയസ്സായി ഖദീജയ്ക്ക്. 65 വയസ്സായി ഖദീജയ്ക്ക്. ആ ഖദീജ 65ാമത്തെ വയസ്സിലും കുളിച്ച് റെഡിയായി വീടിന്റെ വാതിലിന്റെ മുമ്പിൽ നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ നബി തങ്ങൾ കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഖദീജ ചിരിക്കുന്ന മുഖത്തോടെ നബി തങ്ങളെ സ്വീകരിക്കുകയാണ്. വീടിന്റെ അകത്ത് കടന്നു വന്നു.
കുടിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു, കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന് ഭക്ഷണം കഴിക്കാനിരുന്നു. ഇരിക്കു ഖദീജ, ഇരിക്കു ഖദീജ. അള്ളാന്റെ റസൂൽ തന്റെ ഭാര്യയോട് പറഞ്ഞടുത്തിരിക്കാൻ. കഴിക്ക് ഖദീജ. അള്ളാഹുവിന്റെ പ്രവാചകനും ഖദീജ ബീവിയും ഒരു പാത്രത്തിന്റെ അകത്ത് നിന്ന് ഭക്ഷണം കഴിക്കുകയാ. സ്നേഹമെന്ന് പറഞ്ഞാൽ ഇതാ പെങ്ങള്, സ്നേഹമെന്ന് പറഞ്ഞാൽ ഇതാണ്. നബി തങ്ങൾ തന്റെ ഖദീജയെ 65-ാമത്തെ വയസ്സിൽ, വൃദ്ധയാണ്, പ്രായമായി, തന്റെ ഭാര്യയോട് പറഞ്ഞു ഇരിക്കാൻ. ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഖദീജ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കിത്തിരി ഭക്ഷണം വാരിത്തരുമോ നബിയേ? 16 വയസ്സുകാരിയല്ല, 65 വയസ്സുള്ള ഖദീജ ചോദിക്കുകയാണ് തൻ്റെ ഭർത്താവിനോട്, എനിക്കിത്തിരി ഭക്ഷണം വാരിത്തരുവോ? നബിതങ്ങൾ വാരിക്കൊടുത്തടോ, നബിതങ്ങൾ വാരിക്കൊടുത്തടോ. അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഞാനിത്തിരി ഭക്ഷണം വാരിത്തരട്ടെ നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു ഭക്ഷണം വാരിക്കൊടുക്കാൻ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വായിലേക്ക് ഭക്ഷണം വാരി വെച്ച് കഴിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. അള്ളാന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോ 65 വയസ്സുകാരിയായ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട്, യാ നബിയല്ലാഹ്, മുത്തി നബിയേ, ഞാനെന്നാ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ നബിയേ? 65-ാമത്തെ വയസ്സിലാ ഉമ്മ ചോദിക്കുന്നത്, നബിയേ, അങ്ങയുടെ മടിത്തട്ടിൽ ഞാനൊന്ന് തലവെച്ച് കിടക്കട്ടെ? നബി തങ്ങൾ സമ്മതിച്ചടോ. ഖദീജ ബീബി നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാണ്. എന്തേ ഖദീജ ചിരിക്കുന്നത്? എന്തേ ഖദീജ എന്നെ ഇങ്ങനെ നോക്കുന്നത്? യാ റസൂലല്ലാഹ്, എന്തൊരു സൗന്ദര്യവാ നബിയേ, നിങ്ങൾക്ക് എന്തൊരു ഗ്ലാമറാ നബിയേ? നബി തങ്ങൾ പറഞ്ഞു, ഖദീജ, എന്തേ ഖദീജ, 25 കൊല്ലം കൊണ്ട് എന്നെ കാണുന്നതല്ലേ ഖദീജ? ആദ്യമായിട്ട് കാണുന്നവരെ പോലെ നിനക്കെന്തു പറ്റി ഖദീജ? അള്ളാന്റെ റസൂലിന്റെ കയ്യിലങ്ങ് പിടിക്കുകയാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ. നബി തങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിക്കുകയാ. ഖദീജയുടെ കണ്ണ് നിറയുകയാ. ഖദീജ ബീവിയുടെ കണ്ണ് നിറയുകയാണ്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്തേ ഖദീജ, നിനക്ക് എന്തു പറ്റി ഖദീജ? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, 25 വർഷമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, 25 കൊല്ലമായി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റു വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരുമോ നബിയേ? എനിക്ക് പൊരുത്തം തരുമോ നബിയേ? അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, എന്തേ ഖദീജ, നിനക്കെന്തു പറ്റി ഖദീജ? യാ റസൂലല്ലാഹ്, എൻ്റെ മരണമെടുത്തു നബിയേ, എൻ്റെ മരണമെടുത്തു നബിയേ, എനിക്ക് പൊരുത്തം തരുമോ നബിയേ? ഞാൻ മരിക്കാൻ പോകുകയാണ് നബിയേ. അള്ളാന്റെ റസൂല് വാ പൊത്തി പിടിച്ചടോ. ഖദീജ പറയല്ലേ, എന്തേ ഖദീജ നീ പറയുന്നത്? എന്തേ ഖദീജ നീ പറയുന്നത്? അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് വാ പൊത്തി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പൊരുത്തവാ ഖദീജ, എനിക്ക് നിന്നോട് പൊരുത്തവാ ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. എൻ്റെ ഉമ്മ ഖദീജ ആരെന്നറിയോ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ആരെന്നറിയോ? അല്ലാഹുവേ, സ്വർഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരം അല്ലാഹു പണിതി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരം അല്ലാഹു പണിതി വെച്ചിട്ടുണ്ട് ഖദീജയ്ക്ക്. എന്തിനാണെന്നറിയോ? എന്തിനാണെന്നറിയോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട്, നബിതങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതൽ, നബിയെക്കാൾ 15 വയസ്സ് കൂടുതൽ, 25 കൊല്ലം നബിതങ്ങളുടെ കൂടെ ജീവിച്ചിട്ട്
ഒരിക്കൽ പോലും ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. അള്ളാന്റെ റസൂലിന്റെ മുമ്പില് തന്നെക്കാലം 15 വയസ്സ് കൂടുതലാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഖദീജ നബി തങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. നീ ചിന്തിക്ക് നിന്നെക്കുറിച്ച് പെങ്ങളെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് പൊരുത്തമാ ഖദീജ. സന്തോഷം കൊണ്ട് ചാടി എഴുന്നേറ്റു, കെട്ടിപ്പിടിച്ചിട്ട് നബി തങ്ങൾക്ക് ചുംബനം കൊടുത്തു. എന്നിട്ട് ചെവിയോട് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് ചോദിച്ചു, നബിയേ എനിക്കൊരു 3 ആഗ്രഹമുണ്ട് നബിയേ, എനിക്കൊരു 3 ആഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുമോ യാ റസൂലല്ലാഹ്? എന്തേ ഖദീജ? 65-കാരിയുടെ മരിക്കുന്നതിന് മുമ്പുള്ള 3 ആഗ്രഹം എന്തെന്നറിയോ യാ റസൂലല്ലാഹ്? ഞാൻ മരിച്ചാൽ നിങ്ങൾ എൻ്റെ മയ്യത്ത് കുളിപ്പിക്കണം. നിങ്ങൾ വേണം എന്നെ കുളിപ്പിക്കാൻ. കാരണം എൻ്റെ ശരീരം നിങ്ങൾ കണ്ടതാണ്. ഇനി വേറെ ഒരാളും കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. ഒരു പെണ്ണും കാണണ്ട. നിങ്ങൾ കണ്ട ശരീരം ഒരു പെണ്ണ് പോലും മയ്യത്ത് കുളിപ്പിക്കുമ്പോ കാണുമല്ലോ. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല നബിയേ. എൻ്റെ ജനാസ ആരെയും കാണിപ്പിക്കരുത്. നിങ്ങൾ വേണമെന്നെ കുളിപ്പിക്കാൻ. നബി തങ്ങൾ മിണ്ടിയില്ല. ഖദീജ ബീവി കരയുകയാണ്. സമ്മതിക്ക് നബിയേ. അള്ളാന്റെ റസൂൽ അവിടെന്ന് സമ്മതിച്ചു. 2ാമത്തെ ആഗ്രഹം എന്തെന്നറിയോ നബിയേ? എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ നബിയേ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. നിങ്ങളില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരൂല. ഖിയാമത്ത് നാൾ വരെ ഞാൻ എങ്ങനെ കിടക്കും നബിയേ? ഖിയാമത്ത് നാൾ വരെ ഞാൻ ഖബറിനകത്ത് ഒറ്റയ്ക്ക് എങ്ങനെ കിടക്കും നബിയേ? അതുകൊണ്ട് എൻ്റെ കഫം പൊതിയുമ്പോ നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ഷാൾ എനിക്ക് വേണം നബിയേ. നിങ്ങളുടെ സുഗന്ധമുള്ള ആ ഷാള് എൻ്റെ കഫം തുണികത്ത് വെക്കണം നബിയേ. ഖിയാമത്ത് നാൾ വരെ അത് മതി. ആ സുഗന്ധമെങ്കിലും എനിക്ക് വേണം നബിയേ. അള്ളാന്റെ റസൂൽ അവിടെന്ന് സമ്മതിച്ചു. ഖദീജ ബീവിയുടെ 3ാമത്തെ ആഗ്രഹം, എൻ്റെ ഖബറിലിറങ്ങണം നബിയേ, എൻ്റെ ഖബറിലിറങ്ങണം. നിങ്ങൾ വേണം എൻ്റെ ജനാസ ഇറക്കി വെക്കാൻ. നിങ്ങൾ വേണം എൻ്റെ ഖബറിൻ്റെ അകത്ത് മണ്ണ് വാരി വെക്കാൻ. അവസാനം ഖദീജ ബീവി യാത്രയായി. നബി തങ്ങൾ കുളിപ്പിച്ചു. ചെറുപ്പക്കാരാ, ഇതുപോലെ ലോകത്തൊരാൾക്കും ഭാഗ്യം കിട്ടിയിട്ടില്ല. അള്ളാന്റെ റസൂല് തന്നെ ഖദീജയെ കുളിപ്പിച്ചു. നബി തങ്ങൾ കരഞ്ഞുകൊണ്ടാ തൻ്റെ ഖദീജയെ കുളിപ്പിച്ചത്. അവസാനം കഫം പൊതിയുമ്പോ തൻ്റെ ചുമലിൽ കിടന്ന ഷാളെടുത്തിട്ട് നബി തങ്ങൾ ചുംബിച്ചു. ഖദീജ ബീവിയുടെ കഫം തുണിക്കകത്ത് വെച്ചു കൊടുത്തു. അവസാനം നബി തങ്ങൾ ഖബറിനകത്തിറങ്ങി. ഖദീജ ബീവിയുടെ കബളാ ഒരു പിടി മണ്ണുവാരി ആ കബളിൻ്റെ താഴെ വെച്ചിട്ട് തല ഉയർത്തുമ്പോ ഖദീജ ബീവിയുടെ കഫം തുണി നനഞ്ഞു. പെങ്ങളെ നബി തങ്ങൾ കരഞ്ഞിട്ട് എന്തിനായി ചരിത്രം പറഞ്ഞതെന്നറിയോ? അള്ളാന്റെ റസൂല് ലോകത്തോട് വിട പറഞ്ഞു. ഖദീജയെ ഖബറടക്കി. എന്നാ നബി തങ്ങൾ എപ്പോ നോക്കിയാലും പറയും ഖദീജ. എന്തു പറയുമ്പോഴും ഉദാഹരണം പറയുന്നത് ഖദീജയെ കുറിച്ചാണ്. നബി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. തന്നെക്കാലും 15 വയസ്സ് കൂടിയ ആ ഖദീജ എന്ന് പറഞ്ഞ നബി തങ്ങൾക്ക് ജീവനായിരുന്നു. മരിക്കുന്ന കാലം വരെ മറന്നില്ല. ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്താൽ നബി തങ്ങൾ
തങ്ങൾ ഖദീജയുടെ ഫ്രണ്ടിന് കൊടുത്തു വിടുമായിരുന്നു. അത്രത്തോളം സ്നേഹമാണ്. മറ്റുള്ള ഭാര്യമാരോട് പറയും, നിന്നെ പോലെയല്ല ഖദീജ, എൻ്റെ ഖദീജ അങ്ങനെ ചെയ്യുമായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഭാര്യമാർക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരിക്കൽ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ദേഷ്യം വന്നിട്ട് പറഞ്ഞു, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമെന്ത്? വേറെ ഭാര്യമാരൊന്നുമില്ലേ? വേറെ ഭാര്യമാരൊന്നുമില്ലേ? നബി തങ്ങൾ കരഞ്ഞു. ചെറുപ്പക്കാരാ, പെങ്ങളെ, നബി തങ്ങൾ കരഞ്ഞു. മോളെ, എന്തിനാ കരഞ്ഞതെന്നറിയോ? തൻ്റെ ഖദീജയെ കിളവി എന്ന് വിളിച്ചത് ഇഷ്ടപ്പെടാത്തത് കാരണം. അതാണടോ സ്നേഹമെന്ന് പറയുന്നത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അതാണ്. അതുകൊണ്ട് അഭിനയം നിർത്ത്, സ്നേഹിക്കടോ. ചതിക്കല്ലേ സഹോദരാ, വഞ്ചിക്കല്ലേ സഹോദരാ. നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവളുണ്ടടാ. ഏതെങ്കിലും ഒരു തൊലിവെളുപ്പുള്ളവളെ കാണുമ്പോ നീ എന്തേ മറന്നുപോയത്? നിന്റെ വീടിനകത്തിരുന്നിട്ട് നിന്റെ മക്കളെ നോക്കി, നിന്റെ വീട് നോക്കി, നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വെച്ച് വിളമ്പിക്കൊടുത്ത് ആ പാവപ്പെട്ട പെണ്ണ് നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, എൻ്റെ ഭർത്താവിനെ കാത്തുകൊള്ളണേ അല്ലാ. അങ്ങനെ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പെണ്ണിനെ എങ്ങനെയാ ചെറുപ്പക്കാരാ, എങ്ങനെയാടാ ഒരു പെണ്ണിനെ കാണുമ്പോ നിനക്കും മറക്കാൻ കഴിയുന്നത്? പെങ്ങളെ, കടന്ന് ഗൾഫ് നാടുകളിൽ കടന്ന് കുബൂസും വെള്ളവും കുടിച്ച് ആ ചുട്ടുപഴുത്ത മലരാരുണ്യത്തിൽ കടന്ന് ജീവിക്കുമ്പോഴും ദുബൈയിലും ഗൾഫ് നാടുകളിൽ ഒരുപാട് സുന്ദരികളെ കാണാറുണ്ട്. എന്നാൽ എനിക്ക് വേണ്ടി ഒരു പെണ്ണുണ്ടല്ലോ എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഭർത്താക്കന്മാര് ഏതെങ്കിലും ഒരുത്തനെ കാണുമ്പോ മറക്കുന്ന പെങ്ങളുണ്ടല്ലോ. പണം കാണുമ്പോ, സൗന്ദര്യം കാണുമ്പോ, പടച്ചവനെ എൻ്റെ ഭർത്താവിനെക്കാളും പ്രായം കുറഞ്ഞവനാണ് എന്ന് ഭർത്താവിനെ വഞ്ചിക്കുന്ന പെങ്ങള് എങ്ങനാ മോള്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മന്നസിനാ അലൈഹി അർബഅത്തു ഖൈറാ വജബതു ലഹുൽ ജന്നാ. 4 പേര് പറഞ്ഞ സ്വർഗമാണ്. ഒന്ന് ചങ്ങാതിയാണ്, ഒന്ന് കൂട്ടുകാരനാണ്, 2 നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭാര്യ, നിന്റെ കൂടെ കിടക്കുന്ന നിന്റെ ഭർത്താവ്. നീ നല്ലവനാണെന്ന് പറഞ്ഞ, നീ നല്ലവനാണെന്ന് പറഞ്ഞ വജബതു ലഹുൽ ജന്നാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ. പടച്ചവരെ, മരിക്കുന്ന സമയം പൊരുത്തത്തോടുകൂടി മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സുകൾ അടുപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇവരെക്കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ CH സെൻ്ററിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ സഹായം നിങ്ങളിൽ പലരുടെയും വീടുകളിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, അവരുടെ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നതാ. സാമ്പത്തികമായി ഏകദേശം ഇനി 10-15 ലക്ഷം രൂപ വേണം അതിൻ്റെ പണിയൊന്ന് പൂർത്തിയാകാൻ. അൽഹംദുലില്ലാ, അവർ നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു വരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ രോഗികളെ നമ്മൾ കാണുന്നവരാ. സഹോദര, വെറുതെ ആരും കൊടുക്കണ്ടടോ. എത്രയോ രോഗികളെ നമ്മൾ കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നലെ എനിക്ക് ഇന്നലെ ഞാൻ വയനാട് പോയി സഹോദര. ആ ഉണ്ടായ ഭൂമിയിൽ ഞാൻ ചെന്നു. എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നു. ഉസ്താദ്, ഈ കിടക്കുന്നത് മുഴുവനും അവിടെ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരാ. മീസാൻ കല്ലിൽ എഴുതി വച്ചിരിക്കുന്നു ഓരോ പേര്. മുസ്ലിമീങ്ങളുടെ പേര് മാത്രമല്ല, ഓരോരുത്തരുടെയും പേര്. ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഇങ്ങനെ എല്ലാവരുടെയും പേരെഴുതി വച്ചിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു മീസാൻ കല്ലിന് മാത്രം വലുപ്പം കൂടുതൽ. ഒരു മീസാൻ കല്ലിന് വല്ലാത്ത വലുപ്പം. ഞാൻ അതിൻ്റെ മുമ്പിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു കുടുംബത്തിലെ 3 കുട്ടികൾ ഒരുമിച്ച് റബ്ബേ ആ ഖബറിനകത്ത്. ഒരു കുടുംബത്തിലെ 3 കൂടപ്പിറപ്പുകൾ. ആ 3 പിഞ്ചു മക്കളുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ട്.
അവരുടെ ഫോട്ടോയുടെ താഴെ അവരുടെ കൂട്ടുകാർ കൊണ്ടുവച്ച 3 ഡയറി മിൽക്കിൻ്റെ മുട്ടായി ഇരിപ്പുണ്ട്. ഇത്രയൊക്കെ ഉള്ള സഹോദര മനുഷ്യന്മാർ, എത്രയൊക്കെ സമ്പാദിച്ചു കുട്ടിയിട്ട് ഒന്നുമില്ലല്ലോ. എന്തേ നമ്മൾ മനസ്സിലാക്കാൻ കഴിയാത്തത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിബിധങ്ങൾ പറഞ്ഞു, സദഖത്തു റദ്ദുൽ ബല, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. സദക്ക വിപത്തുകളെ തട്ടിമാറ്റും, ദുരന്തങ്ങളെ തട്ടിമാറ്റും, രോഗങ്ങളെ തട്ടിമാറ്റും. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു തങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ എന്തെല്ലാം രോഗങ്ങൾ കേൾക്കുന്നതാ, നമ്മൾ എന്തെല്ലാം രോഗങ്ങളെ കുറിച്ച് അറിയുന്നവരാ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് രാവിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സ്കൂളിൽ പോയതാ. ഒരു തലവേദന പെട്ടെന്ന് വയ്യാതായി. ആ പെൺകുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം ബാംഗ്ലൂരിലാണ് ആ കുട്ടി. എന്തോ ഒരു മാരക രോഗം, 1 ലക്ഷം പേരിൽ ഒരാൾക്ക് വരുന്ന രോഗം. ഒരു ഇഞ്ചക്ഷന് തന്നെ 1 ലക്ഷം രൂപയാണ് ആ കുട്ടിക്ക്. ഒരു ഇഞ്ചക്ഷൻ അടിച്ചിട്ടാണ് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ചിരിച്ചും കളിച്ചും നടന്ന സ്കൂളിൽ പോയ ഒരു മകള്. ഇത്രയുള്ള സഹോദര, അള്ളാഹു ആ പൊന്നുമോൾക്ക് ശിവ കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവയിലും ഈ ലോകത്ത് നീ ആരെ എല്ലാം ഇഷ്ടപ്പെടുന്നോ അവരുടെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമോളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നീ കരുണ കാണിക്കണേ അല്ലാ. നിന്റെ വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇത്രയുള്ള സഹോദര, ഏത് സന്തോഷവും കെടുത്തിക്കളയും. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുക്ക്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ അള്ളാഹിനോട് പറയണം, പടച്ചവനെ, മരിക്കുവോളം ആരുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ വരുത്തരുത്. മരിക്കുവോളം ആരുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ എനിക്കോ എൻ്റെ കുടുംബത്തിനോ വരുത്തരുത് എന്ന ഒരു നല്ല നിയ്യത്തോടെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്ക്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ? എനിക്ക് ഒരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ ദുആ ചെയ്യല്ലോ. ഇരുന്നോട്ടെ. പറയണോ നിർത്തണോ? നിങ്ങൾ ഇരിക്കെങ്കിൽ ഞാൻ പറയില്ലെങ്കിൽ നിർത്തും. എന്താ വേണ്ടേ? നിർത്തട്ടെ? ഒരു കുറച്ചു നേരം കൂടി ഇരിക്കുമെന്ന് നിയ്യത്ത് ചെയ്യുന്നവരെയൊക്കെ ഒന്ന് കൈവക്കിക്കേ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറയടോ. ആമീൻ പറയാത്ത എന്തെന്നറിയോ? നിനക്കറിയാത്തത് കൊണ്ടാണ് നീ ആമീൻ പറയാൻ മടിക്കുന്നത്. കാരണം നീ എത്ര വലിയ ആളാണെങ്കിലും നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ പേടിക്കണം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നീ എത്ര നല്ലവനാണെങ്കിലും നീ നിസ്കരിക്കും, നോമ്പ് പിടിക്കും, ഖുർആൻ ഓതും, ഹജ്ജ് ചെയ്യും, ഉംറ ചെയ്യും, സദക്ക കൊടുക്കും, എല്ലാം നീ ചെയ്യും. പക്ഷെ നിന്റെ ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ എത്ര നല്ലവനാണെങ്കിലും പേടിക്കണം. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞു തരാം. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. എത്ര കൊല്ലം? ഒരു കുട്ടി സർജറിക്ക് വേണ്ടി ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ, അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബി ആര്? 950 കൊല്ലം വഅദ് പറഞ്ഞ പ്രവാചകൻ. വേറെ ആരെങ്കിലും അത്രയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതുപോലെ വഅദ് പറഞ്ഞ വേറെ ഒരു നബിയില്ല. ഈ നബി രാവിലെ മുതൽ വൈകുന്നേരം വരെ വഅദ് പറഞ്ഞു. പക്ഷെ ഈ നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. വിശ്വസിച്ചോ? ഇല്ല. ഈ നബിയുടെ മകൻ
തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയമുണ്ടായപ്പോൾ നൂഹ് നബി കപ്പലിൽ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചവരെയും കൊണ്ട് കപ്പലിൽ ഇങ്ങനെ പോവാ. അപ്പോഴാ മോൻ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് മുങ്ങുന്നുണ്ട്. നൂഹ് നബി വിളിച്ചു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ കേറടാ, വാപ്പച്ചിയുടെ പൊന്നുമോൻ കേറ്. ഇന്ന് ഉപ്പ പറയണ കേക്കും മോനെ, അല്ലാടാ അതാവാടാ, എടാ മരിച്ചു പോകൂടാ, രക്ഷപ്പെടത്തില്ലടാ. ഉപ്പ പറയണത് കേക്ക്, വാപ്പാടെ കൂടെ കപ്പലിൽ കയറ്. മോൻ പറഞ്ഞത്, വാപ്പാടെ പണി നോക്കിക്കോ, ഞാൻ ആ മലമുകളിൽ കയറി രക്ഷപ്പെടും. മരിച്ചു പോയടോ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കിടന്നിട്ട് മുങ്ങി മരിച്ചു. ആരുടെ മകൻ? ഒരു പ്രവാചകൻ. ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. ആ ലൂത്ത് നബിയുടെ ഭാര്യ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല, മക്കളും പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ ഞാൻ പറഞ്ഞേ, നീ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നീ രാവിലെ ജോലിക്ക് പോകുമ്പോൾ നിന്റെ മക്കൾ ആരുടെ കയ്യിലേൽപ്പിച്ചിട്ടാ പോന്നേ? ആരെ കയ്യിലേൽപ്പിച്ചിട്ടാ പോണേ? പറ കാക്കാമാർ, ആരെ കയ്യിലേൽപ്പിച്ചിട്ട്? നിന്റെ ഭാര്യയുടെ കയ്യിൽ. ഓള് നല്ലവളല്ലെങ്കിൽ എന്ത് ചെയ്യും? മൊബൈൽ എടുത്ത് മകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, നീ റീല് പിടിക്ക്, ഞാൻ ഡാൻസ് ചെയ്യാം. ഉമ്മ മോളുടെ കൈ കൊടുത്തിട്ട് പറയും പിടിച്ചോളാൻ. എന്നിട്ട് ഉമ്മ അങ്ങോട്ട്, ഇപ്പൊ പാട്ടാണല്ലോ മൊത്തം, ഇല്ലേ? ഇപ്പൊ റീലാണല്ലോ. അങ്ങനെ ആദ്യം ഉമ്മയുടെ ഡാൻസ് മോള് പിടിക്കും. കൊള്ളാം ഉമ്മ, സൂപ്പർ, ഇനി ഞാൻ ചെയ്യാം, ഉമ്മ പിടിക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി പറ, അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർ. അപ്പോൾ നിങ്ങൾ പറയും, സിറാജ് ഉസ്താദെ ഓള് എങ്ങനെയല്ലേ, ആകെ പ്രശ്നം ഉസ്താദെ. ഇവിടെ നിങ്ങളുടെ ഭാര്യ നന്നാകണോ? നിങ്ങളുടെ ഭാര്യ നന്നാകണോ? നിങ്ങളുടെ മക്കൾ നന്നാകണോ? നിങ്ങൾക്കൊരു നല്ല ജീവിതം വേണോ? ഞാനൊരു വഴി പറഞ്ഞു തരാം. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. സന്തോഷമുള്ള ജീവിതം വേണോ? എത്ര മോശമായ സ്വഭാവമുള്ള ഭാര്യയാണെങ്കിലും ഞാൻ നന്നാക്കി തരാം. ഏതാത്തമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ എന്താ പറയുക? ഇവിടെ ഭർത്താവിന് എന്താ പറയുക? ഭർത്താവിനെ വിളിക്കുക. ചീത്ത വിളിക്കാതിരുന്നാൽ മതിയില്ലേ? ആപ്പിളയെന്നോ എന്ത് വേണേലും വിളി. അല്ലോ, ഞാൻ എന്തും പറയുന്നില്ല അവിടെ. എന്താ പെങ്ങളൊക്കെ വിളിക്കുക ഭർത്താവിനെ? പേര് വിളിക്കുവോ? എടാ വാടാ പോടാന്നാ വിളിക്കണേ, അല്ലേ? പ്രേമിച്ച് കെട്ടിയതല്ലേ? എടാ വാടാ പോടാ ബന്ധമല്ലേ? ചില പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ പേര് വിളിക്കും, ഇല്ലേപ്പാ? പേര് വിളിക്കൂല്ലേ? നീ എന്തിനാ മനുഷ്യ ഭർത്താവ് എന്ന് പറഞ്ഞ് നടക്കണേ? താത്താമാർ, ചില പെണ്ണുങ്ങൾ ഭർത്താവിൻ്റെ പേര് വിളിക്കും. ഉമ്മാനെ എന്താ വിളിക്കണത്? താത്താമാരോട് ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഉമ്മാടെ പേര് ഖദീജ, നീ ഉമ്മാന്നാണോ വിളിക്കുന്നത്, ഖദീജ ഉമ്മാന്നാണോ വിളിക്കുന്നത്? വാപ്പാൻ എന്താ വിളിക്കണേ? അബൂബക്കർ വാപ്പ, അബൂബക്കർ വാപ്പാന്നാണോ, അതോ വാപ്പാന്നാ വിളിക്കണേ? എടാ, ഒന്നീ അബൂബക്കർ എന്ന് വിളി, അല്ലെങ്കിൽ വാപ്പാന്ന് വിളി. ഒന്നീ ഖദീജ എന്ന് വിളി, അല്ലെങ്കിൽ ഉമ്മാന്ന് വിളി. രണ്ടും കൂടെ വേണ്ട. അതുകൊണ്ട് ഒന്നീ ഭർത്താവിൻ്റെ പേര് വിളിക്കരുത്. അതൊരു ബഹുമാനമാണ്, ഒരു സ്ഥാനം കൊടുക്കണം. പണ്ടത്തെ പെണ്ണുങ്ങൾ ഏയ് എന്നെ വിളിക്കുക, ഏയ് നിങ്ങൾ അല്ലേ, കുട്ടികളുടെ ഉപ്പ എന്നാ വിളിക്കുക ചിലരൊക്കെ. അല്ലാഹു അഅലം. പടച്ചോ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ അറിയാം. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവിനോട് ഭാര്യ ചില ചോദ്യങ്ങൾ ചോദിക്കും, ഭാര്യ ഭർത്താവിനോടും ചില ചോദ്യങ്ങൾ ചോദിക്കും. കുടുംബകലഹം തുടങ്ങിയേക്കരുത്. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നന്നാകാനുള്ളൊരു വഴി പറഞ്ഞു തരട്ടെ. ഭാര്യയും നന്നാവും, മക്കളും നന്നാകും, വീടും നന്നാകും. നിങ്ങളുടെ വീട് സ്വർഗമാകും. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ വീട് അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നമ്മുടെ വീട് സ്വർഗമാകും. സ്വർഗമാകാനുള്ള വഴി എന്താ? നിങ്ങളെ കൊണ്ട് കഴിയുന്ന സദക്ക നിങ്ങൾ ചെയ്യേ. നിങ്ങൾ എത്രത്തോളം, ഞാൻ വെറുതെ പറഞ്ഞല്ല. എടാ, നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ, സിറാജ് ഉസ്താദേ ഒരു സാലിഹത്തായ ഭാര്യയെ വേണം. ഓ, എല്ലാവർക്കും അതാ വേണ്ടത്. കല്യാണം കഴിക്കാനിരിക്കുന്ന ആണിനോടും പെണ്ണിനോടും ഞാൻ പറയുന്നു, നിങ്ങൾക്കിടെ വിവാഹ ജീവിതത്തിൽ അള്ളാനെ പേടിയുള്ള ഒരാളെ വേണോ? സദക്ക കൊടുത്താൽ മതി. പെണ്ണ് കാണാൻ പോകുമ്പോൾ സദക്ക കൊടുത്തിട്ട് പോ. പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്ത് കൊടുത്തിട്ട് പോകണം? സദക്ക കൊടുത്തിട്ട് പോകണം. എങ്കിൽ നല്ല പെണ്ണ് കിട്ടും. ഞാൻ ചുമ്മാതെ പറഞ്ഞല്ല, ഞാൻ തെളിവ് പറഞ്ഞുതരാം. മൂസാ നബി അലിഹിസ്സലാം ഒരാളെ ഒറ്റ അടി കൊടുത്തു, ഓൻ മരിച്ചുപോയി.
അങ്ങനെ മൂസാ നബി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മൂസാ, ഫിർഔനിന്റെ പട്ടാളം വരുന്നുണ്ട് നിന്നെ പിടിക്കാൻ, നീ ആ കൊന്നേന്ന് മനസ്സിലായി, വേണമെങ്കിൽ രക്ഷപ്പെട്ടോളാൻ. മൂസാ നബി അലൈഹിസ്സലാം നിന്ന വസ്ത്രത്തോടു കൂടി മദിയൻ എന്ന് പറയുന്ന രാജ്യത്തേക്ക് നാടുവിട്ടു. ഒന്നുമില്ല മൂസാ നബിയുടെ കയ്യിൽ. മൂസാ നബി നാടുവിട്ടു മദിയൻ എന്ന് പറയുന്ന രാജ്യത്ത് ചെന്നപ്പോൾ നോക്കുമ്പോൾ ഒരു വെള്ളം കോരുന്നതിന് വേണ്ടി വലിയ തിരക്ക്. ആണുങ്ങൾ കിടന്ന് ഇടികൂടുക, ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കിടന്ന് തിരക്ക് കൂട്ടുന്നു. മൂസാ നബി നോക്കുമ്പോൾ 2 പെൺകുട്ടികൾ മാത്രം ഇങ്ങനെ പാത്രവും പിടിച്ചു. നിങ്ങൾ രണ്ടുപേരും വെള്ളമെടുക്കാൻ പോകുന്നില്ലേ? അപ്പൊ ഈ പെൺകുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ലജ്ജയാ ആണുങ്ങളുടെ ഇടയിൽ പോയി കയറാൻ. ആ ആണുങ്ങളുടെ ഇടയിൽ പോയി ഇടിച്ചു കയറി വെള്ളം കോരാൻ ഞങ്ങൾക്ക് നാണവാ, ലജ്ജയുണ്ട് ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിൽക്കണേ. അപ്പൊ മൂസാ നബി ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരും ഇല്ലേ? ഇതാ വല്ലാത്ത ആരോഗ്യ. മൂസാ നബി പോയിട്ട് ഈ 2 പെൺകുട്ടികളുടെ കയ്യിൽ വെള്ളം കോരിക്കൊണ്ട് വന്ന് കൊടുത്തു. അവര് പോയി. മൂസാ നബി അലൈഹിസ്സലാം ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറിയിട്ട് അള്ളഹാനോട് പറഞ്ഞു, പടച്ചവനെ ഒരൊറ്റ മനുഷ്യനെ എനിക്കറിയില്ല, നാട് വിട്ട് വന്നിരിക്കുക അല്ലാ, നീ എന്നെ സഹായിക്കണം. ഇരുന്നുറങ്ങി മൂസാ നബി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടികൾ വന്നിട്ട് വിളിക്കുന്നു, ചെറുപ്പക്കാരാ, ഞങ്ങളുടെ വാപ്പച്ചി വിളിക്കുന്നു നിങ്ങളെ, ഞങ്ങളെ സഹായിച്ചതിന് പ്രതിഫലം തരാൻ, ഞങ്ങൾക്ക് വെള്ളം കോരി തന്നതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു. നൂഹ് നബിയെ വിളിച്ചു ഇറങ്ങി വരാൻ മൂസാ നബി വിളിച്ചു. മൂസാ നബി ഇറങ്ങി വന്നപ്പോൾ ഈ പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ മുമ്പിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ പറഞ്ഞേ? വഴി കാണിക്കുന്നവൻ എങ്ങനെ സാധാരണ കാണിക്കുന്നത്? മുന്നിലല്ലേ പോകാറ്. പക്ഷെ ഈ പെൺകുട്ടികൾ എന്ത് പറഞ്ഞു? ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം, നിങ്ങൾ മുമ്പിൽ നടക്ക്. അതിനകത്തുണ്ട് പഠിക്കാൻ ചിലതൊക്കെ. അങ്ങനെ നടന്ന് ആ വീടിന്റെ മുറ്റത്ത് ചെന്നു. ആരുടെ വീടാണ്? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ശുഐബ് നബിയുടെ മക്കളായി ഇവർ രണ്ടുപേരും. ശുഐബ് നബിയോട് മൂസാ നബി നടന്ന സംഭവമൊക്കെ പറഞ്ഞു. അപ്പൊ ജോലിയില്ല, കല്യാണം കഴിച്ചിട്ടില്ല, ബന്ധുക്കളില്ല, ഒന്നുമില്ല. അപ്പൊ ശുഐബ് നബി പറഞ്ഞു, എൻ്റെ മൂത്ത മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. തൻ്റെ മൂത്ത മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. 9-10 വർഷം എൻ്റെ ആട് മേയ്ക്കണം, ജോലിയും കൊടുത്തു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്തപ്പോ? ഒരു സ്വാലിഹത്തായ ഭാര്യയും കിട്ടി. എന്ത് ചെയ്തപ്പോ? ഇത്തിരി വെള്ളം കോരി കൊടുത്തപ്പോ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ചരിത്രമാണ്. ഒരിത്തിരി വെള്ളം കോരി കൊടുത്തപ്പോൾ ഇത്ര പ്രതിഫലം കിട്ടിയെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്നതിനുള്ള പ്രതിഫലം എന്തായിരിക്കും? ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഡയാലിസിസ് ചെയ്യുന്നവർ, പടച്ചവൻ ആരാരും ഇല്ലാത്തവർ, ഈ പാപങ്ങൾക്ക് കൊടുക്കുന്ന ഈ സഹായത്തിന് അല്ലാഹു ഇവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്തായിരിക്കും? ഇതാ ഞാൻ പറഞ്ഞേ, സദക്ക കൊടുത്ത സാലിഹത്തായ ഭാര്യയും കിട്ടും, സന്തോഷമുള്ള ജീവിതവും കിട്ടും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഘാടകർ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു പേപ്പർ തരുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് എന്താ കൊടുക്കാൻ പറ്റുക? നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക? ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിനകത്തേക്കൊന്ന് എഴുതി കൊടുക്ക്. അല്ലാഹു തരുന്ന ഒരു പ്രതിഫലം പറയാ. അല്ലാഹു നിങ്ങൾക്ക് തരുന്നത് സ്വാലിഹത്തായ ഭാര്യയാണ്, സ്വാലിഹായ ഭർത്താവാണ്. പെണ്ണേ, സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു തരും. പെങ്ങള്, നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണ്ണമൂരിയിട്ട് പാവപ്പെട്ട ക്യാൻസർ രോഗികൾ, അല്ലാഹുവേ എന്തൊരു വേദനയാണെന്നറിയോ? ആ പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്നവരാണ്. പടച്ചവനെ, ഓരോ ഡയാലിസിനും എത്ര രൂപയാണ്? ആഴ്ചയിൽ 3-4 ഡയാലിസിസ് നടത്തുന്നവർ, ഇതുപോലെ വാരാരുമില്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങൾക്ക് താങ്ങുമ തണലുമായി നിൽക്കുന്ന പ്രസ്ഥാനമാണ് സഹോദരാ. പടച്ചവനെ, നിങ്ങൾക്ക് കഴിയുമോ? അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു അതിഥി വരുമുമ്മ